ഇവാനിയോസ് തിരുമേനി നടത്തിയ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഗ്രിഗോറിയസ് തിരുമേനി നടത്തിയ പ്രവർത്തനങ്ങൾ, അതിൻ്റെ എല്ലാം ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ആരാധ്യനായിട്ടുള്ള ക്ലിമ്പിസ് തിരുമേനി ഈ സഭയെ ഏറ്റവും ആധികാരികമായി നയിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ സ്നേഹസ്പർശം എല്ലായിടത്തും നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹവുമായിട്ടൊരു അകലം നമുക്ക് പലപ്പോഴും തോന്നാറില്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തായി നമുക്ക് തോന്നും, നമ്മുടെ ഒരു സഹോദരനായി നമുക്ക് തോന്നും, നമ്മുടെ ഒരു കാരണവരായി നമുക്ക് തോന്നും. നമ്മളെ ശാസിക്കുവാനും നമ്മളെ വഴക്ക് പറയുവാനും നമ്മളോട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനും അദ്ദേഹത്തിന് ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാഴ്ചപ്പാടും ചിന്താഗതിയും നമുക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും എപ്പോഴും നമുക്ക് ലഭിക്കുന്നത്. ഒരു അടുപ്പം, ഒരു ഇടയെടുപ്പം അങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ ശക്തിയോടെ, ആത്മവിശ്വാസത്തോടെ, ഏറെ സ്നേഹത്തോടെ ഈ സഭയെ, മനുഷ്യ സമൂഹത്തെ നയിക്കുവാൻ കഴിയട്ടെ. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ ഭരണാധികാരികൾ പോലും അവരുടെ മനസ്സിലേക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യമായി അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരുകളിലൊന്നാണ്. മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ ഇടപെടൽ നടത്തിയ ഒരു സഭയാണ്. ഇവാനിയോസ് തിരുമേനി കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ടുകൊണ്ട് സ്ഥാപിച്ച മലങ്കര കത്തോലിക്ക സഭ ഇന്ന് വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന ഗ്രിഗോറിയസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ഓർക്കാറുണ്ട്. മനുഷ്യ നന്മയാണ് വിശ്വാസത്തിൻ്റെ അടിത്തറയെങ്കിൽ അത് ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്ന സഭയാണ് മലങ്കര കത്തോലിക്ക സഭ. ഗ്രിഗോറിയസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള പ്രസ്താവനകളാണ് നാട്ടിലുടനീളം സ്ഥാപിച്ചിട്ടുള്ളത്. ഒരുപാട് വിദ്യാലയങ്ങൾ, ഒരുപാട് ആതുരാലയങ്ങൾ അടക്കം എത്രയോ സ്ഥാപനങ്ങൾ, അതെല്ലാം തന്നെ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയാണ്. ഒരു നാടിനു വേണ്ടി ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൻ്റെ കാര്യം ഇവിടെ അനിവാര്യതയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. മന്ത്രിയെപ്പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മതേതര നിലപാട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ആദ്യ പാഠങ്ങൾ എനിക്ക് ലഭിച്ചത് എൻ്റെ അച്ഛനിൽ നിന്നാണ്, എൻ്റെ വീട്ടിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിലുള്ളവരുമായി മാത്രമേ കൂട്ടുകൂടാൻ പാടുള്ളൂ എന്നും മറ്റുള്ള മതവിശ്വാസികളുമായി അകലം പാലിക്കണമെന്നുള്ള ഒരഭിപ്രായമല്ല അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുള്ളത്. അത് അദ്ദേഹം എപ്പോഴും പറഞ്ഞു തരേണ്ട കാര്യമില്ലായിരുന്നു, എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യവുമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിലൂടെ ആർജിച്ച കാര്യങ്ങളാണ്. പൊതുസമൂഹത്തിലുള്ള ഇടപെടൽ. അഞ്ചൽ കോളേജിൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു രക്ഷാധികാരിയായി അവിടെ സംഘർഷങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്ന അവസരത്തിൽ
തിരുമേനിയാണെങ്കിലും അല്ലെങ്കിൽ കോളേജ് മാനേജ്മെൻ്റ് ആണെങ്കിലും ആദ്യം വരാൻ ആവശ്യപ്പെടുന്നത് എൻ്റെ അച്ഛനോടാണ്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള തർക്കമുള്ള ആളുകളെയെല്ലാം വിളിച്ചിരുത്തി നമുക്കാദ്യം ഈ കോളേജ് അങ്ങ് തുറക്കാം, പഠനം നടക്കട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങളെല്ലാം ആലോചിക്കാം എന്ന് പറഞ്ഞാണ് ആ വിഷയങ്ങൾ അവിടെ പരിഹരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മതവിശ്വാസങ്ങളുള്ളവരുണ്ട്. വിശ്വാസത്തെ നമ്മളെല്ലാവരും അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നത്. ഏത് വിശ്വാസമാണ്? മതത്തിൽ വിശ്വസിക്കുന്നതും ആരാധന നടത്തുന്നതുമെല്ലാം നമ്മുടെയെല്ലാം അവകാശമാണ്. അത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. മറ്റുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ അതിർവരമ്പുകൾ ലംഘിച്ച് ഇടപെടാൻ പോകുമ്പോഴാണ് സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒരു മതസഹിഷ്ണുതയില്ലാതെ മറ്റുള്ള വിശ്വാസങ്ങളെ ആദരിക്കാതെ പോകുന്ന സമീപനം ചില ആളുകൾ വെച്ച് പുലർത്തുന്നതാണ് ഇന്നത്തെ ഈ കാലയളവിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസം. ആ സന്ദർഭത്തിൽ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, എനിക്ക് വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലെ വിദ്യാർത്ഥിയായി കടന്നു വരുമ്പോൾ ഒരു മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എനിക്കവിടെ കാണുവാൻ കഴിയും. സഭയുടെ നേതൃത്വത്തിലുള്ള വിദ്യാലയങ്ങൾ അന്തരീക്ഷം അതാണ്. എല്ലാ സ്ഥാപനങ്ങളിലെയും അന്തരീക്ഷം അതാണ്. ഈ ദേവാലയവും ഇവിടുത്തെ ഇടവക അംഗങ്ങളുമൊക്കെ ഇതെല്ലാം എനിക്ക് വളരെ ചിരപരിചിതരാണ്. എല്ലാവരുമായിട്ടുമൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ. ഒരു മതേതര നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഇടവകയാണ് നമ്മുടെ ഈ ഇടവക. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമായിട്ട് വേണ്ടുന്നത്. അത്തരം പ്രവർത്തനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുവാൻ, ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അതിരുകൾ ഉണ്ടാക്കുവാൻ, മനുഷ്യ മനസ്സുകളിൽ വിഷലിപ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാനൊക്കെയുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതിനെയെല്ലാം തികച്ചും മതേതരമായ കാഴ്ചപ്പാടിലൂടെ നമുക്ക് നേരിടാൻ കഴിയണം. അതിനെയെല്ലാം അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. തീർച്ചയായും സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ ആതുരാലയങ്ങൾ, അതിലൂടെ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ, ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ആശ്വാസമേകുന്ന പ്രവർത്തനങ്ങൾ, അതിലെല്ലാം ഉപരിയായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടുകൊണ്ട് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമുദ്രയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം.